കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ യേശുവിൻ്റെ പൂർവാസ്തിത്വത്തെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഒരു വെളിപ്പാട് നമുക്ക് പകർന്നു ലഭിക്കുന്ന ഏറ്റവും ശക്തമേറിയ തിരുവെഴുത്തുകളാൽ സമ്പന്നമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. യേശുവിനെ മാറോട് ചാരിക്കിടന്നവൻ്റെ ഹൃദയത്തിൽ ദൈവമിട്ട കയ്യൊപ്പായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാടുകളുടെ ആ അഴകാർന്ന വിവരണം യോഹന്നാനിലൂടെ കർത്താവ് നൽകുമ്പോൾ അതിൻ്റെ ഭംഗി നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ ആ പരിശുദ്ധാത്മ നിവേശിതമായി എഴുതപ്പെടുന്ന വരികളിൽ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. പിതാവായ ദൈവത്തോടുകൂടെ ആയിരുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന ജീവവചനമാം പുത്രനാം തമ്പുരാനെക്കുറിച്ചുള്ള ഈ മനോഹരമായ വിവരണത്തിൽ നിന്നാണ് ഇന്നത്തെ പ്രവചനദൂത് മുന്നോട്ടേക്ക് പോകുന്നത്. പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളെയും സംഘർഷങ്ങളെയും നേരിടുന്നത് ഈ സമയത്താണ്, ഈ നിമിഷത്തിലാണ്. താൽക്കാലികമായ നിമിഷങ്ങളിൽ നേരിടുന്ന ജീവപ്രയാസങ്ങളുടെ നടുവിൽ കർത്താവെ നീ കാണുന്നില്ലേ, അറിയുന്നില്ലേ എന്നൊക്കെയുള്ളതായി ചോദ്യവുമായി നാം മുന്നോട്ട് നിൽക്കുമ്പോൾ യേശു നമ്മോട് പറയുന്ന ഒരു വാക്ക്: നീ ഇതൊക്കെ അനുഭവിക്കുന്നതിനും നേരിടുന്നതിനും മുന്നവേ ഞാനിതെല്ലാം കണ്ടവനാണ്. എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നവനോടാണ് നമ്മൾ ഈ ആവലാതികളെല്ലാം പറയുന്നത്. കാണുന്നില്ലേ, അറിയുന്നില്ലേ? എല്ലാറ്റിൻ്റെയും ആരംഭമായിരിക്കുന്നവൻ, സകലത്തിൻ്റെയും തുടക്കക്കാരനായിരിക്കുന്നവൻ ഇന്ന് രാവിലെ നമ്മുടെ കുഞ്ഞു വലിയ വലിയ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മളോട് ആഴമായി സംസാരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചനദൂതിലെ കർത്താവായ യേശുവിൻ്റെ ഇമ്പമാർന്ന വചനങ്ങൾ കേൾക്കുവാൻ ഞാൻ സ്വാഗതം അരുളട്ടെ. എല്ലാവർക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് യേശുനാഥൻ്റെ മഹത്വമേറിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം: അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. ഈ ഒരു ചെറിയ വാക്യം വായിക്കുമ്പോൾ പലർക്കും അതിൻ്റെ ആഴം മനസ്സിലാകില്ല. എന്നാൽ മുഴുവൻ സുവിശേഷത്തിൻ്റെയും അടിത്തറ ഈ ഒരൊറ്റ വചനത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ലോകം മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: നീ ആരാണ്? നീ എവിടെയുള്ള ആളാണ്? എവിടെയാണ് നീ ജനിച്ചത്? നമ്മളൊരു സർട്ടിഫിക്കറ്റ് നേടാനോ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനോ ഒക്കെ പോയാൽ, ഒരു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ പോയാൽ അതിനോടുകൂടെ നമ്മൾ സമർപ്പിക്കേണ്ടതായ ഒരു ആധികാരികമായ രേഖയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഒരു പാസ്പോർട്ട് എടുക്കാനാണേലും നമുക്കത് അനിവാര്യമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഏത് പൗരത്വം ഉള്ളവരാണ് എന്നും എവിടെ ജനിച്ചവരാണ് എന്നുമൊക്കെ അറിയേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്കത് സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. കർത്താവായ യേശുവിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, യേശുവിൻ്റെ നേറ്റീവ് സർട്ടിഫിക്കറ്റാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. കർത്താവായ യേശുവിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നത് അറിയണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചാൽ മാത്രം മതി. അവിടെ മനുഷ്യർ നമ്മളോട് ചോദിക്കുന്നുണ്ട്: നിൻ്റെ യോഗ്യത എന്താണ്? നിനക്ക് എത്ര പണമുണ്ട്? നിനക്ക് എത്ര സ്വാധീനമുണ്ട്? എന്നാൽ സ്വർഗം വേറിട്ടൊരു ചോദ്യം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് യേശുവിനെക്കുറിച്ച്: നിൻ്റെ യേശു ആരാണെന്നാണ് നീ കരുതുന്നത്? കാരണം യേശുവിനെക്കുറിച്ചുള്ളതായ നമ്മുടെ ധാരണ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉയരവും ആഴവും എല്ലാം നിർണ്ണയിക്കുകയാണ്. പലർക്കും യേശു എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ബേത്ലഹേമിൽ ജനിച്ച ഒരു കുഞ്ഞു ശിശുവിനെ മാത്രമാണ് ഓർമ്മ വരുന്നത്. കൂടുതലും മലയാളികളായിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജാതിമത ഭേദമന്യേ യേശുവിൻ്റെ ആ ഒരു ശൈശവാവസ്ഥയിൽ കർത്താവിൻ്റെ അമ്മയുടെ കരങ്ങളിലിരിക്കുന്ന ആ ലാളനകൾ ഏറ്റുവാങ്ങുന്ന ശിശുവായ യേശുവിനോട് ഒരു പ്രത്യേകമായ ചായ്വ് മലയാളികൾക്കുണ്ടെന്നുള്ളത് ഒരു പൊതുവായ സത്യമാണ്. ആ ഒരു ജീസസിൻ്റെ ആ ഒരു കുഞ്ഞ് അവസ്ഥ, ഉണ്ണീശോ എന്നൊക്കെ പറയുന്ന ആ ഒരു തലം, കാരണം എല്ലാവർക്കും അത് ഭയങ്കര ഒരു ഭക്തിയോടുകൂടി ഒരു വാത്സല്യം കൂടി അതിനകത്ത് ലയിച്ച് കിടക്കുകയാണ്. അപ്പം നമ്മളിൽ പലർക്കും യേശു എന്ന് പറയുമ്പം ബേത്ലഹേമിൽ ജനിച്ച ശിശുവായിട്ടാണ് നമ്മൾ യേശുവിനെ മനസ്സിലാക്കുന്നത്, എപ്പോഴും ചിന്തിക്കുന്നത്. ചിലർക്ക് യേശു മഹത്തായ ഒരു ഗുരുവാണ്. അല്പം കൂടെ വളർന്ന് നല്ല യൗവനത്തിലേക്കെത്തി തൻ്റെ ആദർശങ്ങളാൽ ലോകഹൃദയത്തെ സ്വാധീനിച്ച കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ വിശ്വഗുരുനാഥ പട്ടമാണ് യേശുവിന് ചാർത്തി കൊടുത്തിരിക്കുന്നത്. മറ്റു ചിലർക്ക് യേശു അത്ഭുതങ്ങൾ ചെയ്തൊരു പ്രവാചകനാണ്. അവർക്ക് യേശു ഒരു ഹീറോ പരിവേഷത്തിലാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വാത്സല്യങ്ങളുടെയും ലാളനകളുടെയും അവസ്ഥയിൽ യേശുവിനെ ഒരു കുഞ്ഞായി നാം കണ്ടാലും, യേശുവിനെ വിശാലമായിരിക്കുന്ന ആദർശങ്ങളുടെയും പഠിപ്പിക്കലുകളുടെയും ആ നിലയിൽ ഒരു മഹാഗുരുനാഥനായി നാം അംഗീകരിച്ചാലും, അതിശയകരമായ മഹാപ്രവൃത്തികൾ ഭൂമിയുടെ മേൽ കാഴ്ചവെച്ച, ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു വിശ്വപ്രവാചകനായി നാം യേശുവിനെ മനസ്സിലാക്കിയാലും, അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ യോഹന്നാൻ നമ്മെ വേറിട്ടൊരു സാഹചര്യത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. യോഹന്നാൻ നമ്മളോട് പറയുന്നത് ബേത്ലഹേമിലേക്കല്ല, സമയത്തിനും സൃഷ്ടിക്കും മുൻപ്
നീ എൻ്റെ കൂടെ ഒരു യാത്രയ്ക്കായി കടന്നു വരിക. യോഹന്നാൻ നമ്മെ സകലത്തിന് മുൻപേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൻ പറയുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നുവെന്ന്. യേശു പിതാവായ ദൈവത്തോടു കൂടെയായിരുന്നു എല്ലാറ്റിൻ്റെയും ആരംഭത്തിലായിരുന്നത്. ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പുത്രനായ യേശു നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുൻപേ അവൻ സന്നിഹിതനാണ്. നമ്മളുടെ കണ്ണുനീരിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു. നമ്മളുടെ വേദനകൾക്ക് മുൻപേ അവനുണ്ട്. നമ്മളുടെ കുടുംബത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിന് മുൻപേ യേശു ഉണ്ട്. നിങ്ങളുടെ ജനനത്തിന് മുൻപേ യേശുവുണ്ട്. നിങ്ങളുടെ ഭാവിക്ക് മുൻപേ യേശു അവിടെ ഇപ്പോഴും ആയിരിക്കുന്നു. എത്ര വലിയ സമാധാനമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളെ നോക്കി പറയാറുണ്ട്, കർത്താവേ, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നീ കണ്ടോ, എൻ്റെ കോടതിയിലെ കേസ് നീ കണ്ടോ, എൻ്റെ കുടുംബ പ്രശ്നം നീ കണ്ടോ, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നീ അറിയുന്നുണ്ടോ. ഇവയെല്ലാം നമ്മുടെ മുമ്പിൽ വലുതായി നമുക്ക് തോന്നുന്നു. പക്ഷേ യോഹന്നാൻ പറയുന്നു, നിൻ്റെ പ്രശ്നം ആദിയിലുണ്ടായിരുന്നില്ല, പക്ഷേ യേശു ഉണ്ടായിരുന്നു. ഒരാമേൻ പറയണം. ഇന്ന് രാവിലെ ജീവിതത്തിൻ്റെ കാഠിന്യമായ വിഷയങ്ങളെ ജയിക്കുവാനുള്ള ഒരു ആത്മീക രഹസ്യമാണിത്. എൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് ഉടലെടുത്തത്, പക്ഷേ യേശു അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ ആദിയിലെ ഉണ്ടായിരുന്നയാളല്ല. എൻ്റെ പ്രശ്നങ്ങൾക്ക് കാലപ്പഴക്കങ്ങൾ എൻ്റെ ജനനത്തോടെയോ എൻ്റെ പൂർവികരായ കുറച്ചു പേരുടെ ഒരു ജീവിത ചക്രത്തോടു കൂടെയോ മാത്രമാണ് അതിനൊക്കെ ഉത്ഭവമുണ്ടായത്. പക്ഷേ അതിന് മുൻപേ ഉണ്ടായിരുന്ന ഒരുവനാണ് എൻ്റെ കർത്താവായ യേശു. അതിനാൽ എൻ്റെ പ്രശ്നം യേശുവിനേക്കാൾ പഴയതല്ല. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് രാവിലെ ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിലോട്ടൊന്ന് തറച്ചു കയറട്ടെ. യേശു സകലത്തിനു മുൻപേ ഉള്ളവൻ എന്ന നിലയിൽ ആദിയിൽ പിതാവിനോടുകൂടെ ആയിരുന്നവൻ ഇന്നവൻ നിന്നോടുകൂടെ ആയിരിക്കുന്നു. ജീസസ് നമ്മളുടെ കൂടെയാണ്. പിതാവിനോട് കൂടെ ആയിരുന്ന യേശു തൻ്റെ പിതാവിനോടുകൂടെ ആയിരുന്നത് പോലെ തന്നെ നമ്മളോടുകൂടെയും ഇന്ന് ആയിരിക്കുന്നു. സകലത്തിനു മുൻപേ ഉള്ളവൻ ഇപ്പോൾ തൻ്റെ കരങ്ങളാൽ സൃഷ്ടി ചെയ്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയും പരിപാവനമായി സംരക്ഷിക്കുവാനും പോംവഴികൾ ചെയ്ത് സഹായിക്കുവാനും മതിയായവനാണ്. യേശു എൻ്റെ രക്ഷകനാണ്. അതായത് സൃഷ്ടാവായ യേശു എൻ്റെ രക്ഷകനായി മാറിയിരിക്കുകയാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ യേശു അവിടെ ഉണ്ടായിരുന്നു. സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് യേശു ഉണ്ടായിരുന്നു. ചന്ദ്രൻ ഉണ്ടാകുന്നതിന് മുമ്പ് യേശു ഉണ്ടായിരുന്നു. ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് യേശു ഉണ്ടായിരുന്നു. ആകാശഗംഗകൾ ഉണ്ടാകുന്നതിന് മുമ്പ് യേശു ഉണ്ടായിരുന്നു. അവൻ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇനിയും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര മഹത്വമുള്ളവർ ഭൂമിയിൽ ഉദയം ചെയ്താലും, എത്രമാത്രം മഹാന്മാർ ഭൂമിയിലേക്ക് കടന്നു വന്നാലും അവരാരും ആ സിംഹാസനത്തിൽ കയറുകയില്ല. അവർക്കാർക്കും ആ മഹത്വം പിടിക്കാനും കഴിയുകയില്ല. കാരണം സകലത്തിനും മുൻപനായിരുന്നവൻ യേശു മാത്രമാണ്. എന്നാൽ ആ യേശു നമുക്ക് വേണ്ടി സിംഹാസനം വിട്ടു. ആ യേശു നമുക്ക് വേണ്ടി അവൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ചു. യേശു ഒരു മനുഷ്യ ശരീരം ധരിച്ചു. എന്തിനു വേണ്ടിയാണ്? നമ്മെ വീണ്ടെടുക്കാനാണ്. ക്രൂശ് എന്നത് ഒരു നല്ല മനുഷ്യൻ്റെ മരണത്തിൻ്റെ വേദിയെ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. ക്രൂശ് എന്നത് സൃഷ്ടാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ കാൽവറി മരണമെന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനെ എല്ലാവരും കൂടെ ചേർന്ന് കൊന്നു എന്ന് പറയുന്നൊരു വേദിയല്ല. എല്ലാ മനുഷ്യരുടെയും അധർമ്മങ്ങളുടെയും പാപങ്ങളുടെയും പരിഹാരത്തിനായി യേശു നമുക്ക് വേണ്ടി എല്ലാമായി തീർന്നു. ഇത് ആരംഭം മുതലുള്ള ദൈവ പദ്ധതിയുടെ ഒരു വെളിപ്പെടലായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് നാം ഇങ്ങനെ കാണുന്നു. അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുൻപേ യാഗമായി തീർന്നവനാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നൊരു പേരൂടെ യേശുവിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഭൂമിക്ക് ദൈവം വൃത്തം വരയ്ക്കുന്നതിന് മുൻപേ, ഈ ആകാശഗംഗകളും അനവധി നക്ഷത്രജാലങ്ങളും സൃഷ്ടിക്കുന്നതിന് മുന്നവേ തന്നെ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതികളിൽ യേശു വ്യാപൃതനായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചോദിക്കും, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ക്രൂശ് മറുപടി പറയുന്നു, അതെ. കാരണം നിൻ്റെ വില എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിനക്കവൻ നൽകിയ വില എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. നിനക്ക് വേണ്ടി ഒരു ദൂതനെ അയച്ചില്ല കർത്താവ്. നമുക്ക് വേണ്ടി ഒരു പ്രവാചകനെ അല്ല ദൈവം അയച്ചത്. നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നെ പിതാവായ ദൈവം നൽകി. ഹല്ലേലൂയ. ആദിയിലുണ്ടായിരുന്നവൻ നമുക്ക് വേണ്ടി ഇവിടേക്ക് ഇറങ്ങി വന്നു. കാലത്തെ സൃഷ്ടിച്ചവൻ സമയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. യേശു സമയം സൃഷ്ടിച്ചവനാണ്. എന്നാൽ ഒരു ദിവസം ആ സമയത്തിൻ്റെ ഉള്ളിൽ അവൻ ജനിക്കുവാനിടയായി തീർന്നു. യേശു സുവിശേഷത്തിൻ്റെ അത്ഭുതമായി മാറുന്നത് എന്തുകൊണ്ടാണ്? അവൻ പിന്നെയും നമുക്ക് വേണ്ടി അനന്തമായിരുന്നവൻ, നിത്യനായിരുന്നവൻ ശിശുവായി മാറി എന്നതിനാലാണ്. മഹത്വവാനായിരുന്നവൻ ദാരിദ്ര്യത്തിലേക്ക് വന്നു, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി. ഇന്ന് ചിലർ പറയുന്നുണ്ട്, എൻ്റെ സമയം കഴിഞ്ഞുവെന്ന്, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന്. എൻ്റെ കാര്യങ്ങളെല്ലാം വൈകിപ്പോയെന്നാണ് പലരും പറയുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞെ, ഇന്ന് രാവിലെ നീ അത് പറയരുത്. കാലത്തെ സൃഷ്ടിച്ചവൻ നിൻ്റെ ജീവിതം കൈകാര്യം ചെയ്യുന്നതിൽ വൈകിയിട്ടില്ല. അവൻ ഇന്ന് തന്നെ നിൻ്റെ കാര്യത്തിനകത്ത് ഇറങ്ങും. അബ്രഹാമിന്
100 വയസ്സായപ്പോഴും എല്ലാവരും പറഞ്ഞു വൈകിപ്പോയെന്ന്. പക്ഷേ ദൈവം തെളിയിച്ചു വൈകിപ്പോയിട്ടില്ല എന്ന്. സാറായുടെ ജീവിതത്തിൽ ഒരു തലമുറ എന്ന സ്വപ്നം വൈകിപ്പോയില്ല എന്ന് ദൈവം തെളിയിച്ചു. ലാസറിൻ്റെ പുനരുദ്ധാനത്തിന് സമയം വൈകിപ്പോയെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അത് വൈകിപ്പോയിരുന്നില്ല എന്ന് യേശു തെളിയിച്ചു. ആമേൻ. പത്രോസിൻ്റെ ജീവിതത്തിലും ഒന്നും വൈകിപ്പോയില്ല. നിങ്ങളുടെ ജീവിതത്തിലും ഒന്നും വൈകുകയില്ല. സമയത്തിനകത്തേക്ക് കടന്നു വന്ന സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, ആദിയിൽ പിതാവിനോടുകൂടെ ആയിരുന്നവൻ ഇന്ന് നമ്മളോടുകൂടെ നമ്മുടെ സമയത്തിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. പുനരുദ്ധാനം, കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനം നമ്മളോട് പറയുന്ന ഒരു വെളിപ്പാടുണ്ട്. ക്രൂശിലെല്ലാം അവസാനിച്ചു എന്നത് എല്ലാവർക്കും തോന്നിയൊരു തോന്നൽ മാത്രമാണ്. പക്ഷേ 3-ാം നാൾ ശിഷ്യന്മാർ കണ്ടൊരു കാര്യമുണ്ട്. സ്വപ്നങ്ങൾ തകർന്നിടത്ത് നിന്ന്, പ്രത്യാശകൾ മരിച്ചുപോയിടത്ത് നിന്ന് 3-ാം ദിവസം സ്വർഗം പിന്നെയും അവരോട് സംസാരിച്ചു. കല്ലറ തുറന്നു, മരണം തോറ്റുപോയി, യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്ന നേരത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് അവസാനിച്ചതായി കരുതുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ധൈര്യമായി തന്നെ പറഞ്ഞുകൊള്ളുക. 3-ാം നാൾ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച, പിതാവിനോടുകൂടെ ആയിരുന്ന പുത്രനെ ഭൂമിയിൽ മരണത്തെ ജയിച്ചവനായി 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. തകർന്നു പോയെന്ന് കരുതുന്ന ആ ബന്ധം യേശുവിൻ്റെ പുനരുദ്ധാന ശക്തിയാൽ തിരിച്ചു വരും. തീർന്നു പോയെന്ന് കരുതുന്നൊരു ശുശ്രൂഷ, ഇനി നടക്കത്തില്ലെന്ന് കരുതുന്നൊരു ബിസിനസ്, എവിടെയോ അസ്തമിച്ചെന്ന് കരുതുന്നൊരു പ്രതീക്ഷ, ഇതെല്ലാം തിരികെ വരാൻ പോവുകയാണ്. പുനരുദ്ധാനം നമ്മളോട് പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അവസാനിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഒരു കാര്യം അവസാനിച്ചുവെന്ന് ദൈവം പറഞ്ഞിട്ടില്ല എങ്കിൽ അത് അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പലരും പലതും പറയും, സാഹചര്യങ്ങൾ പലതും നിങ്ങളെ ധരിപ്പിക്കാൻ നോക്കും. പക്ഷേ ദൈവം നിങ്ങളോട് പറയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ആയിട്ടില്ല. നിങ്ങൾ തോറ്റുവെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നീ തോറ്റവനെന്ന് കർത്താവ് നിന്നോട് പറയാത്തിടത്തോളം കാലം നിൻ്റെ ജയത്തിൻ്റെ സാധ്യത 100%. ആദിയിലുണ്ടായിരുന്നവൻ ഇന്നും സിംഹാസനത്തിൽ തന്നെ ഇരിക്കുന്നു. യേശു ചരിത്രത്തിലൊരു കഥാപാത്രമായി ഒതുങ്ങിപ്പോയിട്ടില്ല. അവൻ ജീവിച്ചിരിക്കുന്ന കർത്താവാണ്. അവൻ ഇന്നും പ്രവർത്തിക്കുന്നു. അവൻ ഇന്നും സൗഖ്യമാക്കുന്നു. അവൻ ഇന്നും രക്ഷിക്കുന്നു. അവൻ ഇന്നും വഴികളെ തുറക്കുന്നു. അവൻ ഇന്നും കണ്ണുനീര് തുടയ്ക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ ആളുകൾ കാണുന്നത് പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങൾ നോക്കുമ്പോൾ പ്രതിസന്ധികളുടെ ഒരു കൂത്തരങ്ങായിരിക്കാം നിങ്ങൾ കാണുന്നത്. എന്നാൽ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് സാധ്യതകളാണ്. മനുഷ്യർ കാണുന്നത് പ്രതിസന്ധികളായിരിക്കാം, പക്ഷേ ദൈവം കാണുന്നത് ഒരു സാക്ഷ്യമാണ്. മനുഷ്യർ കാണുന്നത് കല്ലറയായിരിക്കാം, പക്ഷേ ദൈവം കാണുന്നത് ഒരു പുനരുദ്ധാനമാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, നിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രശ്നങ്ങൾ ഇന്ന് പകൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ധൈര്യമായി പറയുക, മാറി നിൽക്ക്, യേശു കൊണ്ട് ഈ സ്ഥാനം അലങ്കരിക്കുവാൻ. ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ഇന്ന് രാവിലെ യേശുവിനെ സ്വീകരിക്കുക. ആദിയിൽ പിതാവിനോടുകൂടെ ആയിരുന്നവൻ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളോടുകൂടെ ആയിരിക്കുവാനാണ്. സകലത്തിന് മുൻപേ ഉണ്ടായിരുന്നവൻ, സൃഷ്ടികൾക്ക് മുൻപേ ഉണ്ടായിരുന്നവൻ, സമയത്തിന് മുൻപേ ഉണ്ടായിരുന്നവൻ, മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ മാത്രമല്ല അവൻ്റെ തുടക്കം, അതിന് പുറകിൽ അവനൊരു പൂർവാസ്തിത്വമുണ്ട്. അവൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവനാണ്. സകല സൃഷ്ടിജാലങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അവൻ എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ഒന്നാമനായിരിക്കുന്നു. സൃഷ്ടികൾ ആരംഭിച്ചത് അവൻ്റെ ഹൃദയ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കേന്ദ്രത്തിൽ ഇന്ന് രാവിലെ യേശുവിനെ നിങ്ങൾ സ്ഥാപിക്കുമ്പോൾ നിങ്ങളുടെ ഭയങ്ങൾ മാറിപ്പോവുകയാണ്. യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെക്കുമ്പോൾ നിങ്ങളുടെ ഭാവിയുടെ കേന്ദ്രത്തിൽ പുതിയ വഴിത്തിരിവുകളെ കർത്താവ് ഇന്ന് സാധ്യമാക്കി തീർക്കും. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. അവൻ ക്രൂശിൽ നിന്നെ വീണ്ടെടുത്തു. കല്ലറയിൽ നിന്ന് നിനക്ക് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. ദൈവവേദലേ, നിൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി ഇന്ന് രാവിലെ അവൻ നിൻ്റെ അരികിൽ വന്നു നിൽക്കുകയാണ്. ധൈര്യത്തോടും വിശ്വാസത്തോടും എഴുന്നേൽക്കുക. പ്രശ്നങ്ങളെക്കാൾ വലിയവൻ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുക. എൻ്റെ സാഹചര്യങ്ങളെക്കാൾ വലിയവൻ എൻ്റെ കൂടെയുണ്ടെന്ന് പറയുക. എൻ്റെ സുഹൃത്തുക്കളെക്കാൾ എല്ലാം ആത്മാർത്ഥതയുള്ള ഒരാൾ എൻ്റെ കൂടെയുണ്ട്, അതെൻ്റെ യേശുവാണെന്ന് പറയുക. ഭാവിയേക്കാൾ മുമ്പേ നിനക്ക് വേണ്ടി നിൻ്റെ ഭാവിയിൽ നിൽക്കുന്നൊരുവൻ നിൻ്റെ കൂടെയുണ്ട്. ഈ വാക്ക് ഇന്നത്തെ മെസ്സേജിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലുള്ളൊരു വേർഡായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. നിൻ്റെ ഭാവിക്ക് മുൻപേ 2030 എന്ന് പറയുന്ന വർഷത്തിൽ യേശു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസനായി എനിക്ക് നിങ്ങളോട് പ്രവചിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം, നിങ്ങളുടെ നാളെ, നിങ്ങളുടെ അടുത്ത സെക്കൻഡിൽ, നിങ്ങളുടെ അടുത്ത മിനിറ്റിൽ, നിങ്ങളുടെ അടുത്ത മണിക്കൂറിൽ നിങ്ങൾക്ക് മുമ്പേ യേശു അവിടെയുണ്ട്. കാരണം അവൻ സകലതും സംവിധാനം ചെയ്തു വെച്ചിരിക്കുകയാണ്. അവൻ എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നു. അവൻ എല്ലാത്തിനും മുമ്പേയുമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അവൻ എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷേ അവൻ എല്ലാത്തിനും മുമ്പേയുമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവൻ എല്ലാറ്റിനും പിൻപിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ നടുവിൽ വർത്തമാനകാലത്ത് നിൽക്കുന്ന നമ്മുടെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ അവിടെയും യേശു തൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടി നമ്മളെ വരവേൽക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്നു. അവൻ ആദ്യം ദൈവത്തോടു കൂടെയായിരുന്നു.
ഇന്നവൻ നിൻ്റെ കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ ഈ ഒരു ദൈവികാലോചനയുടെ നടുവിൽ എല്ലാ മാനസിക പ്രയാസങ്ങളും നീങ്ങിപ്പോകട്ടെ. ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ മാത്രമാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് തിങ്ങി നിറയേണ്ടതായോ ഒരു ഉറപ്പെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഭൂതകാലത്തിൽ യേശു ഉണ്ടായിരുന്നു, എൻ്റെ വർത്തമാനകാലത്തിൽ യേശു എൻ്റെ കൂടെ ഇമ്മാനുവേലായിട്ടുണ്ട്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, ഇന്ന് അവൻ എന്നോടുകൂടെ ഇമ്മാനുവേലായിട്ടുണ്ട്. നാളെ അനന്യനായി എൻ്റെ ഭാവിയുടെ മേൽ അവനുണ്ടായിരിക്കും. ഭാവിയെല്ലാം കരുതുന്നൊരു നല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അടുത്ത നിമിഷം എന്താകുമെന്നോർത്ത് പേടിക്കേണ്ട. ഈ ഭൂമിയിൽ മനുഷ്യനായി ആദിയിൽ പിതാവിനോടുകൂടെ ആയിരുന്ന കാലാതീതനായ ക്രിസ്തുയേശു ഇവിടേക്ക് കടന്നു വന്നപ്പോൾ അവിടുന്ന് നമ്മളോട് പറഞ്ഞ മഹത്വപൂർണ്ണമായൊരു ഉറപ്പുണ്ട്. നാളെയെക്കുറിച്ച് വിചാരപ്പെടേണ്ട, ആകുലതകൾ വേണ്ട. എന്ത് ധരിക്കുമെന്ന് ഓർത്ത് നിങ്ങളുടെ വസ്ത്രത്തിനായും എന്ത് കഴിക്കുമെന്നോർത്ത് നിങ്ങളുടെ പ്രാണനായും ജീവനായും നിങ്ങൾ വിഷമിക്കേണ്ട. ഏറിയ കുരുകിലുകളേക്കാൾ വിശേഷതയുള്ള നിങ്ങളെ കാട്ടുപൂക്കളേക്കാൾ മനോഹരമായി അണിയിച്ചൊരുക്കുവാൻ അവിടുത്തെ കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ മനോഹാരിതകളെ സൃഷ്ടിക്കുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നതിനാൽ സകലതും അവിടുന്ന് ശുഭമാക്കും, എല്ലാം അവിടുന്ന് നന്മയാക്കും, എല്ലാറ്റിലും അവിടുന്ന് അനുഗ്രഹങ്ങൾ കൽപ്പിക്കും. ധൈര്യത്തോടും പ്രത്യാശയോടും വിശ്വാസത്തോടും മുന്നോട്ട് പോവുക. യേശു നമ്മുടെ കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞ്, യേശു എൻ്റെ കൂടെയുണ്ട്. കർത്താവായ യേശുവേ, ജീവൻ്റെ ജീവനായ പൊന്നു കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ ബലമുള്ള ദൈവിക ആലോചനയുടെ ധൈര്യത്തിനായി ശക്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നലകളിൽ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്നങ്ങൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഭാവിയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ യേശുവുണ്ട്. എൻ്റെ ഭാവിയുടെ മേൽ പരാജയമല്ല. എല്ലാവരും പറഞ്ഞ്, എൻ്റെ ഭാവിയുടെ മേൽ ദുരന്തങ്ങളല്ല എന്നെ കാത്തിരിക്കുന്നത്, എൻ്റെ ഭാവിയുടെ മേൽ അനർത്ഥങ്ങളും തകർച്ചകളുമല്ല കാത്തിരിക്കുന്നത്. എൻ്റെ ഫ്യൂച്ചർ വളരെ അനുഗ്രഹീതമാണ്. എൻ്റെ ഭാവിയുടെ മേൽ വാഗ്ദത്ത നിവൃത്തികളാണ് വെയിറ്റ് ചെയ്യുന്നത്. കാരണം യേശു മുമ്പിലുണ്ട്. ആമേൻ. ഫോളോ മീ എന്ന് പറഞ്ഞവൻ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞവൻ എൻ്റെ മുൻപിൽ എനിക്ക് മുൻപേ നടന്നു പോകുന്നു. എൻ്റെ യേശു എൻ്റെ മുന്നോടിയായിരിക്കുന്നു. വിധിക്കപ്പെട്ട മേഘം മുൻപേ ഇസ്രയേലിന് മുൻപേ കടന്നു പോയതുപോലെ, വഴിയൊരുക്കുന്ന ദൂതൻ അവരുടെ മുൻപാകെ സഞ്ചരിച്ചതുപോലെ, യേശുവെന്ന എൻ്റെ നല്ല കർത്താവ് എൻ്റെ ഭാവിയുടെ മുമ്പേ യാത്ര ചെയ്തിരിക്കുന്നു. ഞാൻ സുരക്ഷിതനാണ്, നമ്മൾ സുരക്ഷിതരാണ്. കർത്താവ് മുമ്പേ പോയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ദിവസത്തെ ദൂതിൻ്റെ മുമ്പിൽ ഹൃദയങ്ങളെ താഴ്ത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനും സമാധാനിപ്പിക്കുന്നതിനായിട്ടും നന്ദി. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പൊന്നുപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എത്ര മനോഹരമായിരുന്നു അത് വചനം, എത്ര ആശ്വാസപ്രദമായിരുന്നു അത്. നമ്മുടെ ഭാവിയെക്കുറിച്ച് നാം മുന്നോട്ട് നോക്കുമ്പോൾ, അയ്യോ ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, എൻ്റെ കർത്താവിൻ്റെ കരുതലാണ് ഞാൻ കാണാൻ പോകുന്നത്, എൻ്റെ യേശുവിൻ്റെ വിടുതലുകളാണ് ഞാൻ കാണാൻ പോകുന്നത്, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചരുതിച്ച് വെച്ച അനുഗ്രഹങ്ങളെയാണ് ഞാൻ കാണാൻ പോകുന്നത്. ഇത് യേശു ഉള്ളവർക്കേ പറയാൻ കഴിയൂ. യേശു കൂടെയുണ്ടെന്നുള്ള ധൈര്യമുള്ളവർക്കേ പറയാൻ പറ്റൂ. എനിക്കുറപ്പാണ്, എൻ്റെ മുന്നോട്ടുള്ള ഭാവിയുടെ ഓരോ സെക്കൻഡിലും യേശു മുമ്പിലുണ്ട്. ആമേൻ. ധൈര്യത്തോടായിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു. നേരിൽ വന്ന് കർത്താവിൻ്റെ കൃപയെ അനുഭവിക്കുവാൻ, അതിശയകരമായ വിടുതലുകൾ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കർത്താവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വലിയ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.